നമസ്കാരം. എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, മുപ്പട്ട വ്യാഴാഴ്ചകൾ എന്നീ ദിവസങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും സവിശേഷമായ ദിവസങ്ങളാകുന്നു. ഈ ദിവസങ്ങളിൽ നാമജപത്തോടെ സാക്ഷാൽ ഭഗവാനെ നാം ഏവരും ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്നാണ് വിശ്വാസം. ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നതാകുന്നു. ദാരിദ്ര്യത്താൽ വലഞ്ഞ സുധാമാവ് തന്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽപ്പതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് എന്നാണ് സങ്കല്പം. ഈ വർഷത്തെ കുചേല ദിനം ഡിസംബർ 18 ഈ ദിവസം നാം എപ്രകാരം ശരിയായ രീതിയിൽ ആചരിക്കാം എന്നീ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അവിൽ നിവേദ്യം: അവിൽ, നാളികേരം, ശർക്കര, നെയ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക. ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം വെള്ളത്തുണിയിൽ, ശുദ്ധിയുള്ള വെള്ളത്തുണിയിൽ ഇത് കെട്ടി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇങ്ങനെ തയ്യാറാക്കിയില്ല എങ്കിലും അവിൽ നിങ്ങൾ വാങ്ങുകയും അതിൽ കരടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കിഴിയായി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതോടൊപ്പം വീട്ടിലെ തുളസിയില, തുളസിക്കതിർ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇതിലും വലിയൊരു സമർപ്പണം മറ്റൊന്നുമില്ല എന്നതാണ് വാസ്തവം. അത്രമേൽ ശുഭകരമാണ്. ഇതോടൊപ്പം നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ മാല, അത് തുളസിമാല സമർപ്പിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. പാൽപായസ വഴിപാട് ഇന്നേ ദിവസം ചീട്ടാക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. ഇന്നേ ദിവസം ഈ പ്രസാദം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ്. കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നത് അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന്, ഇരട്ടിപ്പിക്കുന്നതിന് അത് സഹായകരമായി തീരും. സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. വീടുകളിലാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ സമർപ്പിക്കുക. ഏവർക്കും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കണം എന്നില്ല. പോകുവാൻ പരമാവധി നിങ്ങൾ നോക്കുക. സാധിക്കുന്നില്ല എങ്കിൽ മാത്രം ഇപ്രകാരം ചെയ്യുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഇപ്രകാരം ചെയ്യാം. 2 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സുധാമാവിനെ കുബേരനാക്കിയത് ഭഗവാനോടുള്ള ഭക്തിയാലും ആത്മസമർപ്പണത്താലുമാകുന്നു. ഇതിനാൽ നാം ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ഈ ദിനത്തിൽ അതിനാൽ നാം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിനാൽ അടുത്ത കുചേല ദിവസത്തിനകം നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. അതിനാൽ പൂർണ്ണ വിശ്വാസത്തോടെയും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കുചേല ദിനത്തിൽ വീടുകളിൽ പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. കൂടാതെ ഇന്നേ ദിവസം ഭദ്രദീപം തെളിയിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. തുളസി സമർപ്പണം ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. കൂടാതെ ഭഗവാന് ഇന്നേ ദിവസം തുളസിമാല ചാർത്തുന്നതും അത് നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ തന്നെ കെട്ടുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ തുളസി സമർപ്പിക്കുന്നതും വിശേഷമാണ്. തുളസിമാല കെട്ടുന്നവരാണ് എങ്കിൽ ഭഗവാന്റെ കാൽപാദം വരെ തുളസിമാലയ്ക്ക് നീട്ടമുണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഗുരുവായൂരിൽ കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷപ്പെട്ട വഴിപാടാണ് അവിൽ നിവേദ്യം. കുചേല ദിനത്തിൽ പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും ഗുരുവായൂരിൽ എത്തുവാൻ സാധിക്കുന്നത്, ഭൂമിയിലെ വൈകുണ്ഠത്തിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖം ഒഴിവാക്കുവാനും
സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് അവസരം നൽകുന്നത്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ഗുരുവായൂരിൽ എത്തിച്ചേരുവാൻ ഏവരും ശ്രമിക്കുക. ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തർ അവിരമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട്. അഥവാ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ടതായ ക്ഷേത്രമുണ്ട്. അത് മഹാവിഷ്ണു ഭഗവാൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാകുന്നു. മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാകുന്നു. ഈ ക്ഷേത്രത്തിലും എത്തിച്ചേരുവാൻ സാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദവും മഹാഭാഗ്യവുമാകുന്നു. സാധിക്കുന്നവർ ഈ ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്തുവാനും ഇപ്രകാരം ചെയ്യുവാനും ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിൽ പോകുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് എങ്കിലും ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ വീടിന്റെ ക്ഷേമത്തിനും സർവ്വ ഐശ്വര്യപ്രദമായി മാറും. അഥവാ നിങ്ങളുടെ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിറയുന്നതാകുന്നു. ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതായ നാമങ്ങൾ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജപിക്കുവാൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ നാമങ്ങൾ ജപിക്കുന്നത് പോലും മഹാഭാഗ്യം തന്നെയാകുന്നു. ഇപ്രകാരം നിങ്ങൾ ജപിച്ചുകൊണ്ട് കയ്യിലെ അവിൽപ്പൊതി സമർപ്പിക്കുന്നതും ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഇന്നേ ദിവസം തുളസിക്ക് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. നിത്യവും ചെയ്യുന്നവരാണ് എങ്കിൽ അത് തുടരുക. ഇനി അഥവാ ചെയ്യാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കരുത്. തുളസിക്ക് ഇന്നേ ദിവസം ജലം സമർപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യണം. അതിരാവിലെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ഈ ഒരു കാര്യം ചെയ്യുക. എന്നാൽ വൈകുന്നേരം സമയങ്ങളിൽ ഒരിക്കലും ഈ കാര്യം ചെയ്യരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം വൈകുന്നേരം തുളസിക്ക് ദീപം തെളിയിക്കുന്നതും അതീവ ശുഭകരമാണ്. അതിനാൽ ഈ ഒരു കാര്യവും ഇന്നേ ദിവസം ഏവരും ചെയ്യുക. ഇപ്രകാരം ചെയ്ത് അവിൽ കൂടി സമർപ്പിക്കുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെ വന്നു ചേരും. ജയലദിനത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും പൂർണ്ണ വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുക.